ആറന്മുളയിലെ തിരുവോണത്തോണി വെള്ളത്തിൽ പുഴയിൽ മുങ്ങി. തോണിക്ക് ദ്വാരം വീണതാണ് അപകടത്തിന് കാരണമെന്ന് വിമർശനം. ദേവസ്വം ബോർഡിന്റെ പരിചരണം ഇല്ലായ്മയാണ് തോണിയുടെ കേടുപാടിന് കാരണമായത്. തിരുവോണത്തോണിയുടെ മണ്ഡപത്തിന്റെ മകുടവും ഇളകിപ്പോയി. 2022 നിർമ്മിച്ചതാണ് പുതിയ തിരുവോണത്തോണി. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, നമുക്കറിയാം തിരുവോണവുമായി ബന്ധപ്പെട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ആചാരം, ഈ ആചാരവുമായി ബന്ധപ്പെട്ടുള്ള വളരെ സവിശേഷതയാർന്ന, ഭക്തർ ഏറെ വിശ്വാസപൂർവ്വം ആരാധിക്കുന്ന അല്ലെങ്കിൽ കരുതുന്ന തിരുവോണത്തോണി, ഈ തിരുവോണത്തോണി സംരക്ഷിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല എന്നുള്ളത് എത്രമാത്രം കെടുകാര്യസ്ഥതയാണ്, എത്രമാത്രം ഭക്തരുടെ വികാരങ്ങളെ എത്രമാത്രം വ്രണപ്പെടുത്തുന്നതാണ് ഈ ചിത്രം. തിരുവോണത്തോണി പമ്പയാറ്റിൽ ഇത്തരത്തിൽ തകർന്ന് മുങ്ങിക്കിടക്കുന്ന കാഴ്ച. 2022 ലക്ഷങ്ങൾ മുടക്കി പുതിയ തിരുവോണത്തോണി പണിതതാണ്. അത് സംരക്ഷിക്കാൻ പോലും ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല. ആ വള്ളത്തിൻ്റെ ഉള്ളിൽ വെള്ളം കയറി അത് മുങ്ങുന്നു, അതിൻ്റെ മകുടം തകർന്നു പോകുന്നു. ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിലൊന്നും ഒരു താല്പര്യവുമില്ല. തിരുവോണത്തോണി എത്താനുള്ള സമയമായി ആകുന്നു. കാരണം നമുക്കറിയാം തിരുവോണ നാളുകൾക്ക് ഇനി എത്ര ദിവസമുണ്ട്, ഒരാഴ്ച കൂടി ആണല്ലോ ഉള്ളത്. അപ്പോഴാണ് തിരുവോണത്തോണിയുടെ പരിതാപകരമായ ഈ കാഴ്ച കാണാൻ കഴിയുന്നത്. ആറന്മുളയ്ക്ക് മാത്രമല്ലല്ലോ, ഈ തിരുവോണവുമായി ബന്ധപ്പെട്ട കേരളീയർക്കൊന്നാകെ സവിശേഷതയാർന്ന ഏറ്റവും വിശിഷ്ടപ്പെട്ട ചടങ്ങാണ് തിരുവോണത്തോണിയും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഉത്രട്ടാതി ജലോത്സവമൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ ഈ തിരുവോണത്തോണി. അവിടുത്തെ പ്രതിഷ്ഠാ ദിനവുമായി പോലും ബന്ധമുള്ള ഈ ചടങ്ങുകൾ നടത്തുന്ന ഈ തിരുവോണത്തോണി സംരക്ഷിക്കാൻ എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ല? എന്താണ് കൂടുതൽ വിവരങ്ങൾ ഗോകുൽ? തിരുവോണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതായത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് തിരുവോണത്തോണി എന്ന് പറയുന്നത്. ഉത്രാടം നാളിൽ ഈ കാട്ടൂരില്ലത്തിൽ നിന്നും തിരുവാറന്മുളയപ്പനുള്ള തിരുവോണ വിഭവങ്ങളുമായിട്ട് ആറന്മുള ക്ഷേത്രത്തിലേക്ക് വരേണ്ട തിരുവോണത്തോണിയാണ്. എന്തായാലും ഉത്രാടത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. തിരുവോണത്തോണി പമ്പയാറ്റിൽ മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആ വഞ്ചിക്ക് വള്ളത്തിന് ദ്വാരം വീണതാണ് ഇത്തരത്തിൽ വെള്ളം കയറി വഞ്ചി മുങ്ങുവാനായിട്ടുള്ള കാരണമായിട്ടുള്ളതായിട്ട് ഇപ്പോൾ പറയുന്നത്. എന്തായാലും അതുകൂടാതെ തന്നെ ദേവസ്വം ബോർഡിന്റെ കടുത്ത അനാസ്ഥ അല്ലെങ്കിൽ പരിചരണക്കുറവ് ഈ തിരുവോണത്തോണിക്ക് കേടുപാടുകൾ സംഭവിക്കാൻ കാരണമായിട്ടുള്ളതായിട്ട് വ്യാപകമായിട്ടുള്ള വിമർശനവും ഈ ഘട്ടത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായിട്ട് അത് പരിചരിക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. അവരത് നടപ്പാക്കാത്തത് മൂലമാണ് ഈ രീതിയിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ തിരുവോണത്തോണി മുങ്ങിയത്. എന്തായാലും അതിന്റെ കേടുപാടുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളതായാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിൽ അതിന്റെ മകുടം, മണ്ഡപത്തിന്റെ മകുടം പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുള്ളതായിട്ടും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 2022 ഈ തിരുവോണത്തോണി, പുതിയ തിരുവോണത്തോണി നിർമ്മിക്കുകയുണ്ടായത്. 3 വർഷത്തിന് ശേഷം ഈ രീതിയിൽ അതിന്റെ കൃത്യമായിട്ട് അതിന് പരിചരണം ഇല്ലാത്തത് മൂലം വലിയ കേടുപാടുകളിലേക്ക് ആ തിരുവോണത്തോണി മാറിയിരിക്കുകയാണ്. എന്തായാലും ദേവസ്വം ബോർഡിന്റെ കടുത്ത അനാസ്ഥയ്ക്കെതിരായിട്ട് വലിയ വിമർശനം ഭക്തരുടെ ഭാഗത്ത് നടക്കം ഉയർന്നിരിക്കുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യമാണ് ഏറ്റവും പ്രധാനം. അതായത് ഈ ചടങ്ങുകൾ ആരംഭിക്കാൻ വേണ്ടി ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഈ രീതിയിലൊരു സംഭവവികാസം ആറന്മുളയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആറന്മുളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് തിരുവോണത്തോണിയുടെ പുറപ്പാടും തിരുവോണത്തോണിയും ഒക്കെ തന്നെ കാട്ടൂരില്ലത്തിൽ നിന്നാണ്, ആറന്മുള ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തുള്ള കാട്ടൂരില്ലത്തിൽ നിന്നാണ് തിരുവോണ വിഭവങ്ങളുമായിട്ട് മങ്ങാട്ട് ഭട്ടതിരി ഈ തിരുവോണത്തോണിയിൽ ഏറി വേണം ഒരു ദിവസം, ഒരു രാത്രി നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് ശേഷം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാനായിട്ട്, ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാനായിട്ട്. എന്തായാലും ആ ചടങ്ങുകൾക്കൊക്കെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധി ഇതുമൂലം സംഭവിക്കുമോ എന്നുള്ള കാര്യം ഇനി നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും ഈ തോണി നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളതായിട്ട് ഈ ആറന്മുളയിലെ ദേവസ്വം ബോർഡിന്റെ അധികൃതർ നമ്മളോട് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അവരുടെ ആ ശ്രദ്ധക്കുറവിനെതിരെ വലിയ വിമർശനം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വിനോദ്, അതെ, വ്യക്തമാണ്. മങ്ങാട്ട് ഭട്ടതിരി തിരുവാറന്മുളയപ്പന് തിരുവോണ സദ്യയ്ക്ക് ഉള്ള വിഭവങ്ങളുമായി എത്തുന്ന വളരെ പവിത്രമായ ആ തിരുവോണത്തോണി സംരക്ഷിക്കാനാണ് ദേവസ്വം ബോർഡിന് കഴിയാതെ പോകുന്നത്. ആ തിരുവോണത്തോണിയാണ് ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തെ തുടർന്ന് അത് ഈ ഇത്തരത്തിൽ പമ്പയാറ്റിൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായത്. അതിൻ്റെ മകുടമടക്കം തകർന്നു പോയ കാഴ്ചയാണ്, അതിൻ്റെ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ജനൻ TV എത്തിച്ചത്. അത് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്താനുള്ള നടപടികൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ തിരുവോണത്തോണി സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്ന ദേവസ്വം ബോർഡിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.